നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നല്ല കൂടിച്ചേരലുകൾ ഗുണകരമാണ്. നിസ്വാർത്ഥരും ആത്മാർത്ഥതയുള്ളതുമായ വ്യക്തികളുമായി നമുക്കുണ്ടാകുന്ന സൗഹൃദം നമുക്ക് ഗുണകരമാണ്. ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തും ഹനുമാനെ ഒപ്പം കൂട്ടിയതും തിരസ്കൃതനായ വിഭീഷണനെ സ്വീകരിച്ചതുമെല്ലാം യുദ്ധവിജയത്തിന് കാരണമായി. അതിൻ പ്രകാരം തന്നെ സുഗ്രീവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇങ്ങനെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നല്ല കൂടിച്ചേരലുകളെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ നിരത്തുന്നുണ്ട്. അതുപോലെ തന്നെ മോശമായ സൗഹൃദങ്ങൾ ദോഷമാകുന്നതിനും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ മാത്രം സ്വീകരിക്കുക. ക എന്നാൽ വിദ്യാദേവതയായ സരസ്വതിയെ പ്രതിനിധീകരിക്കുന്നു. മാ എന്നാൽ ഐശ്വര്യദേവതയായ ലക്ഷ്മിയെ പ്രതിനിധീകരിക്കുന്നു. വിദ്യയും ഐശ്വര്യവും രണ്ട് കണ്ണുകളാക്കിയ ദേവിയാണ് കാമാക്ഷി. അതായത് കാമാക്ഷി വരാഹി തന്നെയാണ്. ക്ഷേത്രവിശേഷങ്ങളുടെ നിറവാർന്ന കാഴ്ചകളുമായി ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഇത് പ്രസിദ്ധമായ വടകര ലോകനാർക്കാവ് ക്ഷേത്രം. കളരികളുടെയും അംഗങ്ങളുടെയും നാടായ കടത്തനാടിൻ്റെ സിന്ദൂര തിലകമായി കുടികൊള്ളുന്ന ക്ഷേത്ര സമുച്ചയമത്രേ ലോകനാർക്കാവ്. വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച ഒരു അപൂർവ ക്ഷേത്രമത്രേ വടകര ലോകനാർക്കാവ് ക്ഷേത്രം. ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും അടുത്തടുത്തായി വിളങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ലോകനാർക്കാവ്. പ്രധാന ക്ഷേത്രമായ ഭഗവതി ക്ഷേത്രത്തിനൊപ്പം തൊട്ടു വടക്കു ഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രവും കുടികൊള്ളുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ലോകനാർക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരിമാരാണെന്ന വിശ്വാസം നിലവിലുണ്ട്. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം എന്ന സ്ഥലപ്പേരിൽ നിന്നുമാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്ന അഭിപ്രായം നിലനിൽക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും വന്ന നാഗരികർ ലോകമലേശ്വരത്തും ഏറെക്കാലം താമസിച്ചു പോന്നിരുന്നു. ലോകനാർക്കാവിലമ്മയും പിഷാരിക്കാവിലമ്മയും സഹോദരിമാരാണെന്ന് മറ്റൊരു സങ്കല്പം. ലോകനാർക്കാവിൽ എന്നതുപോലെ പിഷാരിക്കാവ് ക്ഷേത്രവും സ്ഥാപിച്ചത് വൈശ്യപ്രമാണിമാരത്രേ. ലോകനാർക്കാവിലെയും പിഷാരിക്കാവിലെയും കുടിയേറ്റക്കാർ ഭഗവതിയുടെ ഉപാസകരാണ്. പിഷാരിക്കാവിൽ കാളിയാട്ടം കുറിച്ചു കഴിഞ്ഞാൽ മടക്കോല കൊടുത്തയച്ച് ലോകനാർക്കാവ് കാരണവരെ വിവരമറിയിക്കും. കാളിയാട്ടം കുറിച്ച വിവരം രേഖ മുഖേന അറിയിക്കുന്നതിനാണ് മടക്കോല എന്ന് പറയുന്നത്. ലോകനാർക്കാവിലെ കാരണവരായ മഞ്ഞൂളിക്കണ്ടി, താമരമംഗലം എന്നിവർക്കാണ് ഇന്നും മടക്കോല മുടക്കമില്ലാതെ കൊടുത്തയക്കുന്നത്.
കനിവിഴും ദേവിക്കു തോഴിമാരായി കനലൊളി തൂകുന്നൊരുദയാസ്തമയങ്ങൾ. ലോകനാർക്കാവ് ക്ഷേത്രമതിലിനോട് ചേർന്നുള്ള 4 കൽത്തറകളിൽ ഒരെണ്ണം ഉത്സവം കാണുവാൻ തച്ചോളി ഉദയനന്റെ കുടുംബത്തിനും മറ്റൊന്ന് ഒരു മുസ്ലിം കുടുംബത്തിനുമായിരുന്നു. വ്യാപാരി നായന്മാർ ക്ഷേത്രത്തിലെ ചെലവുകൾ വഹിച്ചിരുന്ന കാലത്ത് ഉത്സവം കാണുവാൻ കരകെട്ടി മാപ്പിള ഈ കൽത്തറയിൽ ഇരുന്നിരുന്നു എന്നാണ് പുരാവൃത്തം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര. ലോകനാർക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ വലിയ ചിറ ഈ പ്രദേശത്തിനാകെ ഒരു അനുഗ്രഹമത്രേ. കാവിൽ ചിറ എന്നാണ് ഈ ചിറ പൊതുവെ അറിയപ്പെട്ടു വരുന്നത്. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കര. ലോകനാർക്കാവിലെ വിഷ്ണു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ കുളത്തിൽ തേങ്ങ മുക്കിയ ശേഷമാണ് ഭക്തർ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ തേങ്ങയേറ് എന്ന കർമ്മം നിർവഹിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിനോളം തന്നെ പഴക്കം ഈ കുളത്തിന് കൽപ്പിച്ചു പോരുന്നു. ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണു ക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിന് വടക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകനാർക്കാവിലമ്മ ആദ്യം ഇരുന്നത് ഇവിടുത്തെ ശ്രീകോവിലിന് വടക്കുവശത്തുള്ള അകംതിണ്ണയിലാണ് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രം. ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇതൊരു ബ്രാഹ്മണ ഗ്രാമമായിരുന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. മുൻകാലത്ത് ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നുവെന്നും നിത്യശീവേലി ഉണ്ടായിരുന്നുവെന്നുമാണ് വിശ്വാസം. ഭഗവതി ക്ഷേത്രത്തിനും വിഷ്ണു ക്ഷേത്രത്തിനും ഇടയിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൃത്യുഞ്ജയ ഹോമവും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പടിഞ്ഞാറോട്ട് ദർശനമായി ആദിത്യനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശിവൻ, വിഷ്ണു എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും കുടികൊള്ളുക വഴി വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമായി നിലകൊള്ളുകയാണ് ലോകനാർക്കാവ്. ദേവിക്ക് പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, അടനിവേദ്യം, അപ്പം, ഇരട്ടിപ്പായസം എന്നിവയും ശിവന് കൂവളമാല, ധാര, ശംഖാഭിഷേകം, ഉമാമഹേശ്വര പൂജ, മൃത്യുഞ്ജയ ഹോമം എന്നിവയും മഹാവിഷ്ണുവിന് പാൽപായസം, കളഭം ചാർത്തൽ, ലക്ഷ്മി നാരായണ പൂജ, തിലഹോമം എന്നിവയുമാണ് പ്രധാന വഴിപാടുകൾ. വളരെയധികം വൈശിഷ്ട്യമാർന്ന ചടങ്ങുകളാൽ പ്രസിദ്ധി കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ലോകനാർക്കാവ്. ഗജവീരന്മാരുടെയും വാദ്യമേളക്കാരുടെയും അകമ്പടിയോടുകൂടി ദേവീ ദേവന്മാരുടെ തിടമ്പുകൾ എഴുന്നള്ളിച്ച് ഗ്രാമം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങായ നഗരപ്രദക്ഷിണം ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നത്രേ. നഗരപ്രദക്ഷിണത്തെ കൂടാതെ പള്ളിവേട്ട ദിനം നടത്തപ്പെടുന്ന ഇളനീർ വരവ് എന്നിവയും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ്. ഒരു കാലത്ത് ഈ ദേശത്താകെ പടർന്നു പിടിച്ച പകർച്ചവ്യാധിയിൽ മനംനൊന്ത ഒരു കാരണവർ ലോകനാർക്കാവിലമ്മയെ പ്രാർത്ഥിക്കുകയും ദേവി പകർച്ചവ്യാധിയിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ ആ ഭക്തൻ നേർന്ന വഴിപാടത്രേ ഇളനീർ വരവ്. പൂരക്കളി ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങത്രേ. കൈവല്യദായിനി കാശിയിൽ കുടികൊള്ളും കൈവല്യ. ലോകനാർക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ വലിയ ചിറ ഈ പ്രദേശത്തിനാകെ ഒരു അനുഗ്രഹമത്രേ. കാവിൽ ചിറ എന്നാണ് ഈ ചിറ പൊതുവെ അറിയപ്പെട്ടു വരുന്നത്. വല്യദായിനി കടൽ കടന്നെത്തി നീ ചെറുകുന്നില കരളിൽ കരുതുന്ന. ലോകനാർക്കാവിലെ വിഷ്ണു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ കുളത്തിൽ
തേങ്ങ മുക്കിയ ശേഷമാണ് ഭക്തർ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ തേങ്ങയേറ് എന്ന കർമ്മം നിർവഹിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിനോളം തന്നെ പഴക്കം ഈ കുളത്തിന് കൽപ്പിച്ചു പോരുന്നു. നൽകൂ നീ വരദായിനി, അമ്മേ വരദായിനി. ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണു ക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിന് വടക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകനാർക്കാവിലമ്മ ആദ്യം ഇരുന്നത് ഇവിടുത്തെ ശ്രീകോവിലിന് വടക്കുവശത്തുള്ള അകംതിണ്ണയിലാണ് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രം. ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇതൊരു ബ്രാഹ്മണ ഗ്രാമമായിരുന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. മുൻകാലത്ത് ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നുവെന്നും നിത്യശീവേലി ഉണ്ടായിരുന്നുവെന്നുമാണ് വിശ്വാസം. ഭഗവതി ക്ഷേത്രത്തിനും വിഷ്ണു ക്ഷേത്രത്തിനും ഇടയിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കവിഞ്ഞൊഴുകുന്ന കണ്ണീരു കൊണ്ടു ഞാൻ, കരകവിഞ്ഞൊഴുകുന്ന കണ്ണീരു കൊണ്ടു ഞാൻ, കരകവിഞ്ഞൊഴുകുന്ന കണ്ണീരു കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം. മൃത്യുഞ്ജയ ഹോമവും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പടിഞ്ഞാറോട്ട് ദർശനമായി ആദിത്യനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നീര് കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം അർഘ്യപാദ്യം, കുലദൈവമേ നൽകാം അർഘ്യപാദ്യം. ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശിവൻ, വിഷ്ണു എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും കുടികൊള്ളുക വഴി വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമായി നിലകൊള്ളുകയാണ് ലോകനാർക്കാവ്. എല്ലാ വർഷവും തിരുവോണനാളിൽ അവകാശികളായ നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന ഓണപ്പുടവ കാരണവന്മാർ എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ദേവിക്ക് ഒരു വർഷത്തേക്കുള്ള പുടവയാണിത്. കുലദേവതയ്ക്ക് വസ്ത്രവും ആഭരണവും നൽകുന്നു എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിലുള്ളത്. ഭഗവതി ക്ഷേത്രത്തിലെ കാവൽ ദേവനായി ദേവീക്ഷേത്ര മതിൽക്കകത്തായി വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതദേവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അടനേദ്യമാണ് ഇവിടെ പ്രധാനം. ലോകനാർക്കാവിൽ പ്രധാനമായും 2 ഉത്സവങ്ങളാണ് നടന്നു വരുന്നത്. ഇതിൽ വൃശ്ചികമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിളക്കുത്സവം വളരെ പ്രധാനമാണ്. ഇവയിൽ 16-ാം വിളക്ക്, 20-ാം വിളക്ക്, 26-ാം വിളക്ക്, 27-ാം വിളക്ക്, 28-ാം വിളക്ക് എന്നിവ വളരെ പ്രാധാന്യമേറിയ ദിനങ്ങളത്രേ. മീനമാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ കൊടികയറി പൂരത്തിൽ അവസാനിക്കുന്ന പൂരം ഉത്സവമാണ് ലോകനാർക്കാവിലെ മറ്റൊരു പ്രധാന ഉത്സവം. 3 ക്ഷേത്രങ്ങളിലും ഒരേ സമയത്താണ് എഴുന്നള്ളിപ്പും ഉത്സവവും നടത്തിവരുന്നത്. ഭക്തവത്സലയായ ദേവിയായി, പുത്രസ്നേഹപൂർണയായ മാതാവായി, ഉഗ്രയും ഭദ്രയുമായി, കടത്തനാട്ടുദേശക്കാരുടെ സ്വന്തം അമ്മ ഭഗവതിയായി വാണരുളുകയാണ് ലോകനാർക്കാവിൽ വാഴും ഭഗവതി. ശ്രീ പാർവതി ദേവി, ശ്രീ പാർവതി. ജീവിതത്തിൽ എത്ര കഷ്ടം വന്നാലും തോൽക്കരുത്. വീണ്ടും പരിശ്രമിക്കുക. വിശ്വാസം കൈവിടരുത്. ശരിയായ സമയത്ത് ദൈവം വിജയം നൽകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.